യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനെന്നും മണ്ണിൽ. യേശുവേ നീ കൂടവേ ഉണ്ടെന്നാകിലെനിക്ക് ഇല്ലൊരു ചഞ്ചലവും സാധുവിനെന്നും മണ്ണിൽ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യവും നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 1 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യവും വായിച്ചാട്ടെ. കുറേനക്കാരനായ ലുക്യോസ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ സ്വത്രം അതിനകത്ത് 13-1 മുതൽ അങ്ങോട്ട് വായിച്ചട്ടെ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇനി ഇത് അന്ത്യോക്യ സഭയിൽ നടന്ന കാര്യമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ന്റെ 4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ത് ലഭിക്കും? സ്നാനം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം. ഇതെവിടെ വെച്ചാ പറഞ്ഞേ? എവിടെയാ? ഒന്നുകൂടെ വായിക്കാൻ മനസ്സിലാവും. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ. യെരൂശലേമിൽ വെച്ചാ പറഞ്ഞേ. യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. യെരൂശലേം ദൈവത്തിന്റെ നഗരം. യെരൂശലേം എവിടെയാ? ദൈവത്തിന്റെ നഗരം. മുഴു ലോകത്തിന്റെ നടുവിലും ഒരു കോമ്പസ് വച്ചിട്ട് കറക്കി നോക്കിയാൽ സെന്റർ എവിടെ ആയിരിക്കും? കോമ്പസിന്റെ സെന്റർ എവിടെ ഇരിക്കും? യെരൂശലേമിൽ കുത്തി നിൽക്കും. ഈ യെരൂശലേം കുഞ്ഞാണ്, പക്ഷെ ഇതിനെ തകർക്കാൻ അനേകർ നോക്കിയിട്ടുണ്ട്, തകർന്നിട്ടില്ല. കാരണം ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് യെരൂശലേമിനെ കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 12 അധ്യായം വരെ എഴുതിയിരിക്കുന്ന യെരൂശലേമിലെ കാര്യങ്ങളാണ്. തീർന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. യെരൂശലേം ദൈവത്തിന്റെ നഗരമാണ്. യെരൂശലേം സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട പട്ടണമാണ്. 40 പേരാൽ എഴുതപ്പെട്ടതാണ് ഈ തിരുവചനം. 40-ൽ 39 യഹൂദന്മാരാണ്. എന്നാൽ ഒരാൾ മാത്രമാണ് യഹൂദനല്ലാത്തത്. അതാരാ? ലൂക്കോസ്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയതാണ് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസ് എഴുതുമ്പോൾ വൈദ്യനായ ലൂക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോൾ ആ സുവിശേഷത്തിനകത്ത് യേശു ക്രിസ്തു, ദൈവപുത്രനാകുന്ന ക്രിസ്തു മനുഷ്യരൂപത്തിൽ എൻ്റെ നിങ്ങളുടെ അകത്ത് വരുന്ന രംഗമാണ് ലൂക്കോസിലൂടെ വരച്ചിട്ടിരിക്കുന്നതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ലൂക്കോസ് എഴുതി വെച്ചു. എന്താ? ഹല്ലേലൂയ. യേശുവിനാൽ നിറയപ്പെട്ട പൈതൽ
തൻ്റെ അകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു ഇറങ്ങിയെങ്കിൽ നമ്മളിലൂടെ അനേകരിലേക്ക് യേശുവിനെ എത്തിക്കുവാൻ ലൂക്കോസ് എഴുതി വെച്ചു. അപ്പോസ്തല പ്രവൃത്തിയിലൂടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ലൂക്കോസ് അക്കമിട്ട് അക്ഷരം പ്രതി അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും പിന്നെയോ സ്വത്രം ഏറ്റവും വലിയൊരു ശുശ്രൂഷ, ഏറ്റവും വലിയ അഭിഷേകത്തിന്റെ ഒരു പകർച്ച വെളിപ്പെട്ട സ്ഥലം എവിടെയാ? യെരൂശലേമിലാ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഓ ദൈവത്തിന് സ്വത്രം. ഇന്നലത്തെ വചനത്തിൽ പ്രസംഗിക്കുമ്പോൾ കേട്ടു 500-ലധികം പേർക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു എങ്കിലും വെറും 120 പേർ, ദാഹമുള്ള 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം എവിടെയാ? യെരൂശലേമിലാണ്. എന്നാൽ ഈ യെരൂശലേം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മുഴു ലോകത്തിൻ്റെയും മൊത്തം സ്വത്രം കോമ്പസ് വെച്ച് നോക്കിയാൽ, ഒന്ന് വൃത്തം വരച്ച് നോക്കിയാൽ സെൻറ്ററിൽ കിടക്കുന്നതാണ് ഏത്? യെരൂശലേം. ഇതിനെ തകർക്കാൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ പറയാം, ആ യെരൂശലേമിനകത്ത് ഇതാ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് സ്വത്രം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ ഇതാ ഒരു ഭയങ്കര ദൈവശക്തി. ആമേൻ. യോർദാൻ നദിയുടെ കരയിൽ യേശു ക്രിസ്തുവിന്റെ മേൽ പകർന്ന അതേ അഭിഷേകത്തിന്റെ പുതപ്പ് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 45-ഉം 46-ഉം 47-ഉം 48-ഉം 9-ഉം 49-ഉം വായിക്കുമ്പോൾ വായിച്ചേക്കാം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അടുത്ത് ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അടുത്ത് നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കും. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. അടുത്ത് നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു. നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഉയരത്തിലെ ശക്തി ധരിക്കുവോളം. എങ്ങനെ? ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ. ഏത് നഗരത്തിൽ? യെരൂശലേമിൽ പാർത്തോ. യെരൂശലേമിൽ നീ കാത്തിരുന്നോ. ആമേൻ. അപ്പോ ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെട്ട സ്ഥലം എവിടെയാ? ഹല്ലേലൂയ. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച. അതേ സ്വത്രം യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തുമ്പോൾ യോർദാൻ നദിയിലെ സ്നാനപ്പെട്ട് കരകയറി നിൽക്കുന്ന യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ അതേ ആത്മാവിനെ സ്വർഗാരോഹണം ചെയ്ത് യേശു ക്രിസ്തു 120 പേരുടെ മേൽ പകരുമ്പോൾ അത് എവിടെയാണ് ഇവർ കൂടിയിരുന്നത്? മർക്കോസിന്റെ മാളിക മുറിക്കകത്ത്. ഇന്ന് ഇതിനകത്ത് ചലിപ്പിക്കുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. ചിലതിനെ ചലിപ്പിക്കുന്ന ദൈവം, ചില കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവം, കുലുങ്ങാത്തതിനെ കുലുക്കുന്ന ദൈവം, വ്യക്തമായി കൃത്യമായി സംസാരിക്കുന്ന ഒരു ദൈവം, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടച്ച് ആത്മാവിന്റെ ജീവനെ തരുന്ന ഒരു ദൈവം ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകൾ നിന്നെ ഒതുക്കിയ ചില മേഖലകളുടെ നടുവില് സകല ബന്ധനങ്ങളെ അടിച്ച്, സകല കെട്ടുകളെ പൊട്ടിച്ച്, പാരമ്പര്യത്തിന്റെ തായ്വേരുകളെ ആർപ്പിച്ച്, രോഗത്തിന്റെ ശക്തികളെ ഉടച്ച്, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ കെട്ടുകൾ പൊട്ടുന്നു. ചലിപ്പിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. കുടുംബത്തിനകത്ത് ഇറങ്ങി നിന്ന് ചലിപ്പിക്കുന്ന ദൈവം, വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി നിന്ന് ചലിപ്പിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തി അയക്കുന്ന ദൈവം, തന്റെ ആത്മാവിനെ പകർന്ന് ഭൂമിയുടെ അറ്റം വരെ അയക്കുന്ന ദൈവം, കോട്ടകളെ ഉടയ്ക്കുന്ന ദൈവം ഇന്ന് ഈ ആത്മാവിനെ നിന്റെ അകത്ത് പകരും. ചലിപ്പിക്കുന്ന ദൈവം, രോഗിയെ സൗഖ്യമാക്കുന്ന ദൈവം, ഭൂതങ്ങളെ പുറത്താക്കുന്ന ദൈവം. ആമേൻ. ജീവനുള്ളവരൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ളവരൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ആ ജീവനുള്ള ദൈവം ഈ ആലയത്തിനകത്ത്, ഇതിനകത്തിരിക്കുന്ന മക്കളുടെ തൊട്ടടുത്ത് ആ ജീവിക്കുന്ന ദൈവം നിൽപ്പുണ്ട്. എന്തിനു വേണ്ടി? ചലിക്കാത്ത നിന്നെ ചലിപ്പിക്കാൻ, നിന്നിലുള്ള പാറയെ പൊട്ടിക്കാൻ, നിന്നിലുള്ള മുള്ളിനെ ഉടക്കാൻ, നിന്നിലുള്ള ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുട. അതെ 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 ഭവന തലങ്ങൾക്കകത്ത്, കുടുംബ തലങ്ങൾക്കകത്ത് മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽക്കാലം കത്തിക്കുന്ന ഒരു അഭിഷേകത്തെ പകര
നിന്നെ ഒതുക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ കത്തിക്കുക. രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ പലപ്പോഴും പല ചിന്തകളിട്ട്, മാനസിക പിരിമുറുക്കങ്ങളിട്ട്, ശാരീരിക ബന്ധനങ്ങളിട്ട് ഒന്ന് മാറി നിന്നെ ദണ്ഡിപ്പിച്ച് ഒതുക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽക്കാലം നിന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചു മാറ്റുക. ഒരു പകർച്ച, ഒരു ശുശ്രൂഷ നിന്റെ മേലുണ്ട്, ഒരു വിളി നിന്റെ മേലുണ്ട്. ദൂതന്മാരെ കണ്ട നിന്റെ കണ്ണ് അകം കണ്ട് ദൂതന്മാരെ കണ്ടില്ലേ? ദർശനം കണ്ടില്ലേ? യേശുവിനെ കണ്ടില്ലേ? ആ സാന്നിധ്യം കണ്ടില്ലേ? ആ കർത്താവിന്റെ കൃപയെ കണ്ടില്ലേ? വെളിപ്പാട് കണ്ടില്ലേ? എന്നൊരു ശുശ്രൂഷയുടെ കൈമാറ്റ ഇന്ന് പകൽക്കാലം ആലയത്തിന് തീയിലൂടെയാണ് പോകുന്നത്. പേടിക്കണ്ട, ആ തീയിൽ വെന്തുപോകാത്ത ഒരു ദൈവം നിന്റെ മുൻപിലുണ്ട്. വെള്ളത്തിന്റെ നടുവിലൂടെയാണ് നീ പോകുന്നത്. നിന്നെ മുക്കിക്കൊല്ലാൻ കഴിയത്തില്ല. വെള്ളത്തിന്റെ നടുവിൽ എന്റെ ദൈവം ഇറങ്ങി നിൽക്കുന്നുണ്ട്. നിന്നെ തകർക്കാനല്ല, നിന്നെ അക്കരെ എത്തിച്ച് ജയാളിയായി ബന്ധനങ്ങൾ അഴിയുന്നു, മാനസിക പിരിമുറുക്കങ്ങൾ അഴിയുന്നു, പിശാചിന്റെ സകല വ്യാപാരങ്ങൾ അഴിയുന്നു, ദുഷ്ടന്റെ മണ്ഡലങ്ങൾ ഉടയുന്നു, അന്ധകാര കെട്ടുകൾ തകരുന്നു, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തകരുന്നു, ശത്രു കെട്ടിവെച്ച കെട്ടുകൾ പൊട്ടുന്നു. പൈതലെ, യെരൂശലേമിനെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് ദൈവത്തിന്റെ നഗരം. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മണവാട്ടിയെ ഒതുക്കാൻ, തളച്ചിടാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയും. നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു യേശുവിനെ നീ കാണുന്നുണ്ടോ? ക്രിസ്തുവിൽ ജീവിക്കുന്ന മണവാട്ടിയെ നിന്നെ ഒതുക്കാൻ ഒരു ചുവരിനും കഴിയത്തില്ല. നിന്നെ തകർക്കാൻ ഒരു ചങ്ങലയ്ക്കും കഴിയത്തില്ല. നിന്നെ ഒതുക്കാൻ ഒരു ഇരുട്ടിന്റെ ശക്തിക്ക് കഴിയത്തില്ല. നിന്നെ ഉടച്ചു കളയാ ഒരു പിശാചിന്റെ മണ്ഡലത്തിനും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നിന്നെ അഭിഷേകം ചെയ്ത ദൈവം നിന്റെ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തെടുക്ക. ആലയത്തിനകത്ത് നിന്നെ തൊട്ടടുത്ത് നിൽക്കുക. യെരൂശലേമിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ക്രിസ്തുവിനെ പ്രാപിച്ച പൈതലെ, നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നെ അതിരിട്ടൊതുക്കാൻ, നിന്നെ പൂട്ടിയിട്ടൊതുക്കാൻ, നിന്നെ ചങ്ങലക്കിടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, യഹൂദ്യയിലും യെരൂശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റം വരെ ഈ ആത്മാവിൽ നിനക്ക് സഞ്ചരിക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കും. എന്റെ ദൈവം പറഞ്ഞതാണ്. മനുഷ്യൻ പറഞ്ഞ അതിരി നോക്കണ്ട, ലോകം പറഞ്ഞ അതിരി നോക്കണ്ട, പട്ടണം പറഞ്ഞ അതിരി നോക്കണ്ട. ഇന്ന് പകൽക്കാലം യേശു നിന്റെ അരികത്ത് മാനുഷിക വാക്ക് പറഞ്ഞ് മനുഷ്യൻ നിന്നെ ഒതുക്കുമ്പോ സ്തോത്ര, യേശു പറഞ്ഞ മക്കളെ, നീ കാത്തിരുന്നോണം കേട്ടോ, കാത്തിരുന്നോണം. നിന്റെ മേൽ ഞാൻ ശക്തിയെ പകരും കേട്ടോ. ആ ശക്തി ഏത് ശക്തി എന്നറിയാമോ? പിശാചിന്റെ പ്രവൃത്തികളെ ഉടച്ചിട്ട് യഹൂദ്യയിലും യെരൂശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റം വരെ ക്രിസ്തുവിന്റെ സാക്ഷ്യമായി മാറാനുള്ള ഒരു ശക്തിയാണ് നിന്റെ മേൽ പകരുന്നത്. നിന്നെ ഒരിടത്ത് ഒതുക്കാൻ പറ്റത്തില്ല. നിന്റെ ശബ്ദത്തെ ഒതുക്കാൻ പറ്റത്തില്ല. നിന്റെ അഭിഷേകത്തെ ഒതുക്കാൻ പറ്റത്തില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുത്, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന വലുത്. അതിനെ ഒതുക്കാൻ ഈ ലോകത്തിൽ ആരിറങ്ങി വന്നാലും കഴിയത്തില്ല. കാരണം ഉയരത്തിലെ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ജ്വലിച്ചു നിന്ന നീ ഇന്ന് കെട്ടപ്പെട്ട അവസ്ഥയിലെങ്കിൽ, അതിനെ കൊടയാടുന്ന നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ആ മെലീറ്റ ദ്വീപിൽ അപ്പോസ്തലൻ ചെല്ലുമ്പോൾ അവിടെ ഇത് ഒരു അണലി വന്ന് തൂങ്ങി. അപ്പോസ്തലൻ ആ തീക്കകത്ത് കുടഞ്ഞതുപോലെ ഇന്ന് ആലയത്തിനകത്തൊരു തീ ആളി കത്തുന്നുണ്ട്. അത് യെരൂശലേമിൽ കത്തിയ തീ, മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കത്തിയ തീ, സ്വർഗത്തിലെ യേശുവിന്റെ മേലിറങ്ങിയ അതേ അഭിഷേകത്തിന്റെ തീ ഇന്ന് ആലയത്തിനകത്തുണ്ട്. നിന്നെ മുന്നോട്ട് വിടാതെ ഒതുക്കുന്ന ചിലതിനെ ഇന്ന് പകൽക്കാല രോഗത്തെ, ആ ക്ഷീണത്തെ, ആ വെല്ലുവിളിയെ, ആ മാനസിക പിരിമുറുക്കങ്ങളെ, ആ അന്ധകാര ശക്തികളെ, നിനക്കെതിരെയുള്ള കോട്ടകളെ ഒന്ന് കുടഞ്ഞിടാമെങ്കിൽ അതെല്ലാം ഇന്ന് കത്തുകയാ, അതെല്ലാം ഇന്ന് കത്തുകയാ. പൈതലേ, എന്റെ ദൈവത്തിന് നിന്നോടുള്ള വിളി എന്തെന്നറിയാമോ? ഹല്ലേലൂയ. ഒരു മൂലയ്ക്കകത്ത് ഒതുക്കി ഗ്ലോറി പറഞ്ഞിരിക്കാൻ മാത്രമല്ല, പിന്നെയോ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിന്റെ നദികൾ ഒരു കുളത്തിനകത്ത് കിടക്കാനല്ല ദൈവം നിന്നെ കണ്ടത്. ഒരു നദിയായി ഭൂമിയുടെ അറ്റം വരെ ആത്മാവിൽ സഞ്ചരിക്കാൻ, ആത്മാവിന്റെ നദിക്കകത്ത് അത് കുളത്തിനകത്ത് ഒതുക്കാനല്ല, കുളത്തിനകത്ത് 4 സൈഡ് കെട്ടിയ ഒരു കുളത്തിനകത്ത് നിന്നെ ഒതുക്കാനല്ല, അവിടെ കിടന്ന് മാത്രം നീന്താനല്ല, പിന്നെയോ
തെക്കോട്ട്, വടക്കോട്ട്, കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, ഭൂമിയുടെ അറ്റം വരെ അപ്പന്റെ സാക്ഷ്യമായി മാറാൻ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കണ്ടിരിക്കുമ്പോൾ നിന്നെ ഒതുക്കിയ ചില കെട്ടുപാടുകളെ പൊട്ടിച്ച് ആത്മാവിന്റെ ബലം പ്രാപിച്ചു. പൈതലെ, കർത്താവിന് രക്ഷകനായി നീ സ്വീകരിച്ചു, കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ ആത്മാവിനെ കൊടുത്തത് എന്ത്? ഒരു കുളത്തിനകത്ത് കൈയും കാലും അടിച്ച് കിടക്കാനാണോ? അല്ല. പിന്നെ ഇല്ലൂരിയ ദേശം വരെയും പൗലോസിനെ എത്തിക്കാൻ ദൈവ അഭിഷേകം കണ്ട. പിന്നെയോ നിന്നിലുള്ള പരിശുദ്ധ ആത്മാവ് അത് നിറഞ്ഞൊഴുകാൻ പലരും ശ്രമിച്ചു. ഇല്ല. ഒതുക്കും തോറും ശക്തി വർദ്ധിക്കുന്നതാണിത്. ഒതുക്കും തോറും കൃപ വർദ്ധിക്കും. ഒതുക്കും തോറും ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞു ഒഴുകും. ഹല്ലേലൂയ. ആർക്കും ഒതുക്കാൻ പറ്റാത്ത ഒരു വാഗ്ദത്തം നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. ഓ ദൈവത്തിന് സ്തോത്രം. പൈതലേ, തീയുടെ നടുവിലൂടെയാണ് നീ പോകുന്നത്. പേടിക്കണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെ ഉണ്ട്. ഓ ഹല്ലേലൂയ. യഹോവ ശമ്മയായി, യഹോവ റാഫയായി, യഹോവ ഈരയായി, യഹോവ എൽറോയായി, യഹോവ എബനേസറായി എന്നും കൂടെ ഇരിക്കുന്നവനായി, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനായി, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനായി, കെട്ടുകൾ പൊട്ടിക്കുന്നവനായി. ഓ സ്തോത്രം, നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഓ സ്തോത്രം, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. എന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളത് തന്നെ. എന്റെ പോരിന്റെ ഓ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞല്ലും, നിന്നാൽ ഞാൻ മതിൽ ചാടി കിടക്കും. ഇന്നത്തെ ഈ മതില്, ഇന്നത്തെ ഈ അതിര് ആത്മാവിന്റെ ശക്തിയോടെ ഞാൻ ചാടി കടക്കും. നേരെ പാഞ്ഞല്ല, അതിനെ കണ്ട് പേടിച്ച് പുറകോട്ട് പോകാനല്ല, പുറകോട്ട് പോകാനല്ല, പുറകോട്ട് പോകാനല്ല. ഈ പ്രശ്നം കണ്ട് പിറകോട്ട് പോകാനല്ല, ഈ പ്രശ്നത്തിന് നടുവിൽ മുന്നോട്ടോടി പടക്കൂട്ടത്തെ തകർക്കാൻ. ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെ പറയും പ്രശ്നം കണ്ട് ഞാൻ പുറകോട്ടല്ല, പ്രശ്നത്തിന്റെ നടുവിൽ ഓ യുദ്ധവീരനായ കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ലൂക്കോസ് എഴുതി വെച്ചു കേട്ടോ, എഴുതി വെച്ചു. ഓ ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ആമേൻ കൃപകളെ കുറിച്ച്, വരങ്ങളെ കുറിച്ച്, അപ്പോസ്തലന്മാരിലൂടെ നടന്ന ദൈവ പ്രവർത്തികളെ കുറിച്ച് യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ അവിടെ കാത്തിരിക്കാൻ പറഞ്ഞു. 120 പേർക്ക് ദാഹമുണ്ടായിരുന്നു. കാത്തിരിക്കാൻ 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 ദാഹമുണ്ടായിരുന്നു. കാത്തിരിക്കുന്ന മക്കൾ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും കേട്ടോ. കാത്തിരിക്കുന്ന മക്കൾ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാത്തിരിക്കുന്ന മക്കളെ ഒതുക്കാൻ കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന മക്കൾ കുളത്തിനകത്തുള്ള മത്സ്യമല്ല കേട്ടോ. അത് നീന്തും. അത് ആത്മാവിൽ നീന്തുന്നവരാണ്, ആത്മാവിൽ സഞ്ചരിക്കുന്നവരാണ്. അതിൻ്റെ ഒഴുക്ക് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകും. ലോകം എതിരായി പറഞ്ഞാലും അവർക്ക് വിഷയമല്ല, അവർക്കത് വിഷയമല്ല, അവർക്കത് വിഷയം അല്ലേ അല്ല. ഹല്ലേലൂയ. ലോകം പറഞ്ഞാലും അത് വിഷയമല്ല. കാരണം വിളി ദൈവത്തിൻ്റെതെങ്കിൽ, തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതെങ്കിൽ, നിന്നെ കണ്ടത് ദൈവമെങ്കിൽ, നിന്നെ പേര് ചൊല്ലി വിളിച്ചത് ദൈവമെങ്കിൽ, നിനക്ക് ദൈവ അനുകൂലമെങ്കിൽ, ക്രിസ്തുവിനെ പോലെ എല്ലാ നിറവിനാലും നിറഞ്ഞ് പുറത്തു വരാൻ ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ, പ്രതികൂലമായി എഴുന്നേൽക്കുന്നതെല്ലാം ചണനൂല് പോലെ കത്തി എരിഞ്ഞാമരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ദൈവമാണ് നിന്നെ കണ്ടതെങ്കിൽ, ദൈവമാണ് നിന്നെ പുറത്തെടുത്തതെങ്കിൽ, ദൈവമാണ് നിന്നെ വെളിയിലെടുത്തതെങ്കിൽ, പൈതലെ ഞാൻ പറയാം, നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാര് മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കൂടിയിരുന്നു. അവർ ആത്മാവിൽ നിറഞ്ഞു. അവർക്ക് ആത്മാവ് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 2 ദൈവശക്തി പ്രാപിച്ചപ്പോൾ ഈ കുളം വിട്ട് അവരുടെ ശുശ്രൂഷ പിന്നെ നദി പോലെ അങ്ങായി. തെക്കോട്ട് അവർ സഞ്ചരിച്ചു, വടക്കോട്ട് സഞ്ചരിച്ചു, കിഴക്കോട്ട് സഞ്ചരിച്ചു, പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. പോകുന്ന വഴിക്കല്ല ചലിക്കാത്തത് ചലിക്കാൻ തുടങ്ങി, കെട്ടുകൾ പൊട്ടാൻ തുടങ്ങി, ബന്ധനങ്ങൾ ഉടയാൻ തുടങ്ങി, പാരമ്പര്യങ്ങൾ
തകരാൻ തുടങ്ങി, ദുർഭൂതങ്ങൾ കത്താൻ തുടങ്ങി, ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ അഴിയാൻ തുടങ്ങി, പാപികൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി, മാനസാന്തരപ്പെടാൻ തുടങ്ങി, മന്ത്രവാദികൾ പൂജാരികൾ അവരുടെ കെട്ട് പൊട്ടാൻ തുടങ്ങി. അഭിഷേകത്തിന് ശക്തിയുണ്ട്, അഭിഷേകത്തിന് ശക്തിയുണ്ട്. മന്ത്രവാദികൾ സ്വത്രം മാനസാന്തരപ്പെട്ടു. പൂജ ചെയ്യുന്നവർ അതേ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തീയിലിട്ട് ചുട്ട് കത്തിച്ച് കളഞ്ഞു. അവര് രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് മുട്ടുമടക്കി. അഭിഷേകം പ്രാപിക്കുന്നവന് അവനെ ഒതുക്കാൻ കഴിയത്തില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ചവനിലൂടെ ഒരു കൂട്ടം പേർ സ്വർഗത്തിൽ എത്തിക്കാൻ ഇന്ന് ഇതിനകത്ത് എത്ര പേരുടെ അകത്ത് ഈ അഭിഷേകമുണ്ട്? പൈതലേ, നീ സഞ്ചരിക്കേണ്ട ആളാണ്. എങ്ങനെ? ആത്മാവിൽ കാറ്റായി. എങ്ങനെ? ആത്മാവിൽ കാറ്റായി ക്രിസ്തുവിൻ്റെ കരത്തിലിരുന്ന് ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം ഒരു വിശുദ്ധിയുള്ള പൈതലായി ഓരോ ദിവസവും പാപം ചെയ്ത് ഏറ്റുപറഞ്ഞല്ല, പിന്നെ ഓരോ ദിവസവും വിശുദ്ധൻ ഇനിയും തന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ ഓരോ സെക്കൻഡും നിറഞ്ഞുകൊണ്ട് തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തന്നെ കൊണ്ട് ജയിക്കാൻ പറ്റാത്ത ഓരോന്നിനെയും ക്രിസ്തു യേശുവിന്റെ സ്വഭാവത്താൽ നിറച്ച് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവം താങ്കളുടെ മേൽ ഏൽപ്പിച്ച ആലോചനകൾ, ദൂതുകൾ അതിന്റെ സാക്ഷാത്കരിക്കപ്പെടാൻ ആമേൻ നിന്നെ തന്നെ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും കാറ്റുപോലെ ഉപയോഗിക്കും. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഇവർ കൂടിയിരിക്കുമ്പോൾ ഒരു ചലനം അവിടെ സംഭവിച്ചു. ഇന്ന് വരെ ചലിക്കാത്തത് യേശുവിൻ്റെ മേൽ ചലിച്ച ഒരു ശക്തിയുണ്ട്, യേശുവിൻ്റെ മേൽ ഇറങ്ങിയ ഒരു ശക്തിയുണ്ട്. അതേ ശക്തി മർക്കോസിന്റെ മാളിക ഇറങ്ങിയപ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ആ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് സംഭവിച്ചു. ഏത് കെട്ടപ്പെട്ടവന്റെ കെട്ടുകളെയും പൊട്ടിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ശക്തിയുള്ളൂ. ഏത് ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ശക്തിയേ ഉള്ളൂ. ഏത് സാത്താന്റെ പദ്ധതികളെയും തകർക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ശക്തിയേ ഉള്ളൂ. ഇന്ന് ഇതിനകത്ത് ആ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടയ്ക്കുവാൻ യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. ആ ശക്തിയെ നിങ്ങളുടെ മേൽ പകരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ 120 പേർ അവിടുന്ന് അഭിഷേകം പ്രാപിച്ചു അങ്ങോട്ട് സഞ്ചരിച്ചു പോവുകയാണ്. അഭിഷേകത്താൽ ജ്വലിച്ച്, കൃപയിൽ ജ്വലിച്ച്, ദൈവശക്തിയാൽ നിറഞ്ഞ് ആർക്കും ഒതുക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ഹല്ലേലൂയ സഞ്ചരിച്ചു പോകുമ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ, 2-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ആയിരങ്ങൾ തടിച്ചുകൂടാൻ തുടങ്ങി, അപ്പോസ്തലൻ പ്രസംഗിക്കാൻ തുടങ്ങി, അനേകർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. തീർന്നില്ല. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ കൃപ പ്രാപിച്ചവർ നടന്നു പോകുമ്പോൾ നിഴലിൽ അത്ഭുതം നടക്കാൻ തുടങ്ങി. അതാണ് ലൂക്കോസ് വരച്ചിട്ടത്. മക്കളെ, കുളത്തിനകത്ത് നിന്നിപ്പോ ഇതൊരു സമുദ്രമായി, ഒഴുക്കുള്ള ഒരു സമുദ്രമായി, ഭൂമിയുടെ അറ്റം വരെ എത്തിക്കുന്ന ഒരു സമുദ്രമായി അത് ഒഴുകാൻ തുടങ്ങി. അത് ഒഴുകുന്ന ഒരു നദിയായി. അത് തെക്കോട്ടൊഴുകാൻ തുടങ്ങി, അത് വടക്കോട്ടൊഴുകാൻ തുടങ്ങി, പടിഞ്ഞാറോട്ടൊഴുകാൻ തുടങ്ങി, അത് കിഴക്കോട്ടൊഴുകാൻ തുടങ്ങി. ഒഴുകത്തിൽ നിർത്തും. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ അതിനകത്തുണ്ട് യഹോവയാകുന്ന ദൈവം നിലത്തെ പൊടിയെടുത്ത് ഒരു മനുഷ്യനെ ഉണ്ടാക്കി വെറും മണ്ണായിരുന്നു. അത് വെറും മണ്ണായിരുന്നു. ആ മണ്ണായ മനുഷ്യന്റെ മൂക്കിലേക്ക് എൻ്റെ അപ്പൻ ജീവശ്വാസം ഊതിയ മാത്രയും ജീവനുള്ളവന്റെ ജീവൻ ഈ മണ്ണിൽ ഊതിയപ്പോൾ ഇന്ന് കാണുന്ന സകല മനുഷ്യർക്കും ഉള്ളതുപോലെ തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെ ചലിച്ചെങ്കിൽ ഇന്ന് ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്ന ഒരു ആത്മാവിന്റെ പകർച്ച. ജീസസ്, ഹല്ലേലൂയ. ലോകം ആർക്കും പ്രവചിക്കാൻ, ചിന്തിക്കാൻ പറ്റാത്ത ഒന്ന് ആ മണ്ണിന്റെ മേൽ ചെയ്തൊരു ജീവനുണ്ടെങ്കിൽ ഞാൻ പറയാ അത് എൻ്റെ യേശുവിൻ്റെ ജീവനല്ലാതെ മറ്റൊന്നുമല്ല. ലോകം പറയും ഇതിനി ഒരിക്കലും പറ്റത്തില്ലെന്ന്, എന്നാൽ ദൈവം പറയും എൻ്റെ അപ്പൻ്റെ ജീവൻ ഇറങ്ങിയ ഏത് മണ്ണിന്റെ അകത്തും. ഇന്ന് ഇതിനകത്ത് ചില അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക, ചില അതിശയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ചില അടയാളങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ചില വീര്യ പ്രവർത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവർ മർക്കോസിന്റെ മാളിക മുറിക്കകത്തിരുന്ന് പ്രാപിച്ചതിനെ മറ്റുള്ളവന്റെ മേൽ പകരാൻ തക്കതായ ഒരു കൃപ അവര് പ്രാപിച്ചു.
അമ്മേ, ലൂക്കോസ് സുവിശേഷത്തിനകത്ത് ലൂക്കോസ് എന്ന ദൈവ മനുഷ്യൻ, ഹല്ലേലൂയ സ്തോത്രം, വൈദ്യനായ ദൈവ മനുഷ്യൻ, ഡോക്ടറായ ദൈവ മനുഷ്യൻ ലൂക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോൾ അതിനകത്ത് ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു മനുഷ്യനെ മനുഷ്യ ഹൃദയത്തിനകത്ത് വന്ന് മനുഷ്യന് രൂപാന്തരം കൊടുത്തെങ്കിൽ ഈ രൂപാന്തരം മാത്രം കൊടുക്കുകയല്ല, രൂപാന്തരം കൊടുത്ത ആ വ്യക്തിയെ മാത്രം രക്ഷിക്കുകയല്ല, ആ രൂപാന്തരം പ്രാപിച്ച വ്യക്തിയെ ആത്മാവിൻ്റെ നദിക്കകത്തിട്ട് മുക്കിയിട്ട് അവരിലൂടെ ഒരു കൂട്ടം പേർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ. പത്രോസ് വെള്ളിയല്ല കൊടുത്തത്, പൊന്നല്ല കൊടുത്തത്, പണമല്ല കൊടുത്തത്. അയാൾ പ്രാപിച്ച എൻ്റെ യേശുവിനെ, ഇന്ന് ഇതിനകത്ത് നീ പ്രാപിച്ച യേശു, നിനക്ക് വിശ്വാസമുണ്ടോ? അല്പസമയമേ ഉള്ളൂ, പക്ഷെ കർത്താവിന്റെ ശക്തിയെ പ്രാപിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാ, ഇന്ന് ഇതിനകത്തൊരു പകർച്ച നടന്നുകൊണ്ടിരിക്കുക. ഇത് ഞാൻ മാത്രം 2 ദിവസം കൊണ്ട് പ്രസംഗിച്ചതല്ല. ഇവിടുത്തെ കഴിഞ്ഞ 2 ദിവസത്തെ ശുശ്രൂഷ എന്തെന്നറിയാതെ ഇതിനകത്ത് കർത്തൃമേശ തരാമെന്ന പാസ്റ്ററിന്റെ വായിലൂടെയും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്ന അതേ പകർച്ചയാണ് വന്നത്. ആത്മാവിന് തെറ്റുപറ്റുകയില്ല, ദൈവത്തിന് തെറ്റുപറ്റുകയില്ല, പരിശുദ്ധ ആത്മാവിന് തെറ്റുപറ്റുകയില്ല, ദൈവാത്മാവിന് ദൈവാത്മാവിന് തെറ്റുപറ്റുകയില്ല. പൈതലെ, നിന്നെ കണ്ടിരിക്കുന്ന ഒരു കുളത്തിനകത്ത് കിടന്ന് നീന്തി കിടക്കാനല്ല. നിന്റെ വീട്ടിനകത്ത് നീന്തി അപ്പുറത്തെ ചുവര്, അടുത്ത അപ്പുറത്തെ ചുവര്, അത് ഇപ്പുറത്തെ ചുവര്, ഇപ്പുറത്തെ അല്ല, ആ ചുവരിനെ പൊളിച്ചുകൊണ്ട്, മതിലുകളെ പൊളിച്ചുകൊണ്ട് ആ ഗോപുരത്തിനടുത്ത് ഇറങ്ങിച്ചെല്ലാൻ, പട്ടണത്തിൽ ഇറങ്ങിച്ചെല്ലാൻ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞൂടാ. പട്ടണത്തിൽ ഇറങ്ങിച്ചെല്ലാൻ, ആമേൻ, കാത്തിരിക്കുന്നവന്റെ അടുക്കൽ ഇറങ്ങിച്ചെല്ലാൻ. ഓ, നീ പ്രാപിച്ച യേശുവിനെ അങ്ങ് ഇട്ടുകൊടുക്കാൻ. ഹല്ലേലൂയ. മുടന്തന് ആവശ്യം പൈസയാണ്, പക്ഷെ പത്രോസിന്റെ കയ്യിൽ പൈസയല്ല ഉള്ളത്. യേശുവിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നോ? യേശുവിൻ്റെ കയ്യിൽ വസ്തു ഉണ്ടായിരുന്നോ? യേശുവിൻ്റെ കയ്യിൽ വീടുണ്ടായിരുന്നോ? യേശുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പക്ഷേ യേശുവിൻ്റെ കയ്യിൽ ദൈവം ഉണ്ടായിരുന്നു. ആമേൻ, 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 ആമേൻ. ഓ, നോയിക്കേ, ഈ യേശുവിൻ്റെ കൂടെ നടന്നവനാണ് ആര്? പത്രോസ്. പത്രോസിന് ടാക്സ് കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? പറ, പൈസ ഉണ്ടായിരുന്നോ? സൂമിൽ നിങ്ങൾ കേട്ടില്ലേ? പൈസ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പൈസ ഉണ്ടായിരുന്നോ? ടാക്സ് കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നോ? കരം കൊടുക്കാൻ? പിന്നെ ആരാ പത്രോസിന് കരം കൊടുത്തേ? മുടക്കിയോ? വല്ലതും മുടക്കിയോ? എൻ്റെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിന്റെ ഒരാവശ്യം മുടങ്ങാൻ പോകുന്നില്ല. നീ വിചാരിക്കും ഞാൻ ഇറങ്ങിയ മുടങ്ങും. ആരാ പറഞ്ഞേ? ദൈവം ഇറക്കിയാൽ ദൈവം നിനക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചാൽ, ദൈവം നിന്നെ ഇറക്കിയാൽ ദൈവം കൊടുക്കാനുള്ളത് കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു കേട്ടോ, ആമേൻ, യേശുവിൻ്റെ കൂടെ നടന്ന ശീലാക്കൊണ്ട് പത്രോസിനുണ്ട്. അയാളെ കയ്യിൽ എന്തില്ല? വെള്ളി പൊന്നും പണവും പേഴ്സും ഒന്നും അയാളെ പാക്കറ്റിലും ഇല്ല, യേശുവിൻ്റെ പാക്കറ്റിലില്ല. അയാൾക്കറിയാം യേശു അപ്പോൾ ഏറ്റവും ഫ്രഷായത് കൊടുത്തോണ്ടിരുന്നു. എനിക്കും അതുപോലെ യേശുവിൻ്റെ കൂടെ നടന്നത് അയാൾ പഠിച്ചു. ഞാനും കൊടുക്കുന്നത് ഓൾഡ് അല്ല, ന്യൂ. കണ്ടതല്ല, കാണാത്തതൊന്ന്. ഓഹോ, അമ്മേ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. ഈ വരി യേശുവിലൂടെ പത്രോസ് കണ്ടില്ല, പക്ഷേ യേശു ചെയ്യുന്നതെല്ലാം ഓരോന്നോരോന്നും പുതിയതായിരുന്നു. പത്രോസിലൂടെ കൂടെ നടന്ന പത്രോസിലൂടെ വെളിപ്പെട്ടത് ഓൾഡല്ല, പിന്നെ അവൻ പോലും അറിയാതെ പുതിയത്. അവൻ പറയുകയാണ്, എടാ, എനിക്ക് ടാക്സ് കൊടുത്താരെന്നറിയാമോ? നീ ഭിക്ഷ ചോദിക്കുന്നു, എൻ്റെ തരാൻ പൈസയില്ല. എനിക്ക് ടാക്സ് കൊടുത്താരെന്നറിയാമോടാ? എൻ്റെ അപ്പനാ. എനിക്ക് ടാക്സ് കൊടുത്ത എന്നെ ഇതുവരെ നടത്തി തരാ എൻ്റെ അപ്പനാ. എന്നെ നടത്തിയ അപ്പൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര ഉറപ്പുണ്ട്? എന്നെ രക്ഷിച്ച
എൻ്റെ കെട്ടടിച്ച, എന്നെ എഴുന്നേൽപ്പിച്ച, എൻ്റെ ചങ്ങല ഉടച്ച, എൻ്റെ പാവ ഉടച്ച, എന്നിൽ നിന്ന് പിശാചിനെ തുരത്തി ഓടിച്ച, എന്നെ കൃപയുള്ളവനാക്കിയ, മനുഷ്യനെ പിടിക്കുന്നവനാക്കിയ, വള്ളവും വലയും ഉപേക്ഷിക്കാൻ പറഞ്ഞ, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ ഒരുവനുണ്ട്. അവനെ കൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഇവനോട് പറഞ്ഞു, മക്കളെ ഡാ, നീ പൈസയല്ലേ ചോദിച്ചേ, നീ പൈസയ്ക്ക് സഞ്ചരിക്കുന്നു. അനേകർ പൈസയും കൊണ്ട് സഞ്ചരിക്കുന്നു, അനേകർ പൈസയ്ക്കായി സഞ്ചരിക്കുന്നു. പക്ഷെ ഞാൻ സഞ്ചരിക്കുന്നത് പൈസ കൊണ്ടല്ല, പൈസയ്ക്കായിട്ടുമല്ല, എൻ്റെ യേശുവിനെ കൊണ്ടാ. എത്ര പേർക്ക് വെളിപ്പെട്ടോ? എത്ര പേർക്ക് വെളിപ്പെട്ടോ? നീ എൻ്റെ യേശുവിനെ കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഞാൻ പറയാം, നീ എൻ്റെ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുത്താൽ അവരിയ്ക്കുന്നിടം വിട്ട് എഴുന്നേൽക്കും. സ്വത്രം. ആ മനുഷ്യനോട് ചിന്തിച്ചു, എനിക്ക് തന്നെ ടാക്സ് കൊടുത്ത എൻ്റെ ദൈവമാണ്. ടാക്സ് കൊടുത്ത എൻ്റെ ദൈവത്തെ ആർക്ക് കൊടുത്തു? ഈ സുന്ദരൻ ദേവാലയത്തിൻ്റെ മുറ്റത്തിരുന്നവനങ്ങ് കൊടുത്തു. യേശുവിനെ അവൻ വാങ്ങിയതും എങ്ങനെ യേശുവിനെ അവനങ്ങ് വാങ്ങിയതും അവൻ്റെ കെട്ടുപൊട്ടി. ആമേൻ ആമേൻ ആമേൻ. യേശുവിനെ അവൻ വാങ്ങിയതും എന്താ സംഭവിച്ചേ? അവൻ്റെ കെട്ട് പൈസയാണോ കൊടുത്തേ? വസ്തുവാണോ കൊടുത്തേ? വീട് എഴുതി കൊടുത്തതാണോ? പിന്നെ ആരെ കൊടുത്തു? ആരെ കൊടുത്തു? എല്ലാത്തിനും എല്ലാമായ ആരെ? എനിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ ആരുണ്ട്? യേശുവിനെ. യേശുവിന് കൊടുത്ത എല്ലാം നടക്കും, എല്ലാം നടക്കും. എത്രയൊക്കെ മനസ്സിലായി? എല്ലാം നടക്കും, എല്ലാം ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു എന്തും ചെയ്തിടുവേ, യേശു അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുവേ, യേശു അതിശയവാനാണ്. ഹല്ലേലൂയ. യേശു എന്ത് വേണം ചെയ്യും. യേശു എങ്ങനെയൊക്കെ വേണം ചെയ്യും. യേശു എല്ലാം ചെയ്യാൻ അതിശയമാണ്. നോക്കിയേ, 3-ാം അധ്യായത്തിനകത്ത് യേശുവിനങ്ങ് കൊടുത്തപ്പോൾ ജന്മനാ മുടന്തനായവൻ യേശുവുമായി എഴുന്നേറ്റു. പിന്നെ അവൻ നടന്നത് യേശുവുമായി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഇവൻ യേശുവിനെ കൊടുത്തപ്പോൾ കിടക്ക വിട്ട് എഴുന്നേൽക്കുക മാത്രമല്ല, ഇരിപ്പ് വിട്ട് എഴുന്നേൽക്കുക മാത്രമല്ല, യവൻ യേശുവിനെ കൊണ്ട് നടക്കാൻ, യവനെ ഒതുക്കാൻ കുളത്തിനോ നദിക്കോ പറ്റിയില്ല. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വായിച്ചേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരെ ഒതുക്കാൻ വേണ്ടി കാരാഗ്രഹം വന്നു കേട്ടോ. ഈ കൃപ പ്രാപിച്ചവരെ, ഈ അഭിഷേകം പ്രാപിച്ചവരെ ഒതുക്കാൻ കാരാഗ്രഹം മുന്നിട്ട് വന്നു. കാരാഗ്രഹത്തിനകത്ത് അഭിഷേകം പ്രാപിച്ച മക്കളെ ഒതുക്കാൻ പറ്റിയില്ല. ഇതിനകത്ത് ശക്തി പ്രാപിച്ച പൈതലെ, കൃപ പ്രാപിച്ച പൈതലെ, ആത്മാവിനെ പ്രാപിച്ച പൈതലെ, നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 33-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. എന്ത് കേട്ടപ്പോൾ? ദൈവദാസന്മാരുടെ ശുശ്രൂഷയും വചനവും കേട്ടപ്പോൾ അവർ കോപപരവശരായി ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ഇവരെ ഒടുക്കാൻ വന്നു. ആൾക്കാരെന്ത് ചെയ്തു? ഒടുക്കാൻ, നിന്നെ പൂട്ടാൻ, നിന്നെ കെട്ടാൻ, ആത്മാവ് പ്രാപിച്ചവനെ കെട്ടാൻ, ആത്മാവ് പ്രാപിച്ചവനെ ഒതുക്കാൻ, ആത്മാവ് പ്രാപിച്ചവനെ അതിരിടാൻ, ആത്മാവ് പ്രാപിച്ചവനെ തകർക്കാൻ ഈ ലോകത്തിലുള്ള ഏത് ശക്തി വന്നാലും കഴിയത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം എത്ര ഒരു ആലോചന ഏറ്റെടുക്കും. നിന്റെ മേലിരിക്കുന്ന പരിശുദ്ധി ആത്മാവിന്റെ ശക്തി അത്രയ്ക്ക് വലുതാണ്. അതിന്റെ വലിപ്പമെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ ജീസസ് അത് നീ തിരിച്ചറിഞ്ഞു വേണം ആരാധിക്കാൻ. നിന്നെ ഒതുക്കാനല്ല അതിരിക്കുന്നത്. പിന്നെ നിന്നെ ഒതുക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തച്ചുടച്ചുകൊണ്ട് ആത്മാവിന്റെ നിയന്ത്രണത്തിനകത്ത് പിശാചിന്റെ പ്രവൃത്തികളെ ഉടച്ച് പാപത്തെ തച്ചുടച്ചുകൊണ്ട് ഒരു ക്രിസ്തുവിന്റെ മണവാട്ടിയായി ക്രിസ്തു യേശുവിനാൽ ജയത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നിന്റെ അകത്ത് ഈ ആത്മാവിനെ തന്നിരിക്കുമ്പോൾ നിന്നെ ഒതുക്കാൻ പലപ്പോഴും ശ്രമിക്കും. നീ വളരുന്നു എന്ന് കണ്ടാൽ, നീ ശക്തിക്ക് മീതെ ശക്തി പ്രാപിക്കുന്നു എന്ന് കണ്ടാൽ നിന്നെ ഒതുക്കാൻ ചിലപ്പം അതിരിടും. ഇങ്ങനെ അപ്പോസ്തലന്മാരെ ഒതുക്കാൻ അതിരിട്ടു. സ്തോത്രം. കാത്തിരുന്ന് പ്രാപിച്ച അഭിഷേകം പ്രാപിച്ച
ഭാവിച്ചവരെ ഒതുക്കാൻ അതിരിടുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കിയേ, വായിച്ചേ. ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. കുറച്ചു നേരം പുറത്ത് മാറ്റിവിടാൻ പറഞ്ഞു. അടുത്ത് പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ദൈവദാസന്മാരെ മാറ്റിയിട്ട് ഇവരോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ, ഈ പുറത്തിറങ്ങിയില്ലേ, ഇപ്പൊ നിങ്ങൾ കൊല്ലായിരിക്കുന്നില്ലേ, തകർക്കാതിരിക്കുന്നില്ലേ, ഈ അഭിഷേകം പ്രാപിച്ച ആൾക്കാരില്ലേ, ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യുവാൻ പോകുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? കാരണം എന്താ? അഭിഷേകമുള്ളവൻ ആർക്കെങ്കിലും പിടിച്ചൊതുക്കാൻ പറ്റുമോ? തകർക്കാൻ പറ്റുമോ? നിന്റെ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ശക്തി ഏത്? ഞാൻ ഒതുക്കാൻ ശ്രമിച്ച ഒതുങ്ങോ? മറ്റൊരാൾ വന്ന് ഒതുക്കാൻ ശ്രമിച്ച ഒതുങ്ങോ? ഒരു മന്ത്രവാദി വിചാരിച്ച ഒതുങ്ങുന്നതാണോ നിന്റെ അകത്തിരിക്കുന്നത്? ഇത് സ്വർഗത്തിലതാണ്, ഇത് ദൈവത്തിൻ്റെതാണ്, അത് മക്കളുടെ മേൽ കൈമാറുന്നതാണ്, അത് പുത്രത്വം കൊടുക്കുന്നതാണ്, അത് യേശുവിന്റെ മേൽ പകർന്നതാണ്. അതിന്റെ കൂട്ടവകാശം എന്റെ മേലുണ്ട്. ഇവരെ തകർത്ത് ഒതുക്കി ഇവരെ ഒടുക്കിക്കളയാൻ ഭാവിക്കുമ്പോൾ ഇവരെ പുറത്താക്കിയിട്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, വായിച്ച ഒന്നുകൂടാ വരി. ഈ മനുഷ്യരുടെ, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നാളുകൾക്ക് മുൻപേ തുദ്യാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാനെന്ന് നടിച്ചു. അടുത്ത് ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എത്ര പേരുണ്ടായിരുന്നു? 400 പുരുഷന്മാർ. എങ്കിലും അവൻ നശിക്കുകയും. അവൻ എന്ത് ചെയ്തു? നശിച്ചു. എന്താ നശിക്കാൻ കാരണം? അത് ദൈവികമല്ല, ദൈവത്തിനുള്ളത് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെതാണെങ്കിലോ ആരൊക്കെ മാറിയാലും, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം വെറുത്ത് ഒറ്റയ്ക്കാക്കി മാറിയാലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞ് നിന്നെ ഒറ്റയ്ക്കാക്കുമ്പോൾ അവർ വിചാരിക്കുന്നതെന്നറിയാമോ? കാണട്ടെ എന്ന്. കാണാൻ ഒന്നുമില്ല. ആമേ, എൻ്റെ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ദൈവമാണ് നിന്റെ മേൽ കൃപ പകർന്നതെങ്കിൽ, ദൈവമാണ് നിന്റെ മേൽ ശക്തി തന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ അധികാരപ്പെടുത്തിയതെങ്കിൽ നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വരി വായിച്ചേ. എങ്കിലും അവൻ നശിച്ചു. അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. ചിതറിപ്പോയി. അടുത്ത് ഒന്നുമില്ലാതായി, നശിച്ചു. അടുത്ത് അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ, അടുത്ത് നോക്കിയ രണ്ടാമത് ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. കണ്ടോ? മറ്റത് ചിന്നി ഒന്നുമില്ലാതായി, രണ്ടാമത്തെ കൂട്ടർ വന്നു. അടുത്ത് അതാരാ? സ്വത്രം. ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തൻ്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. തൻ്റെ പക്ഷം, ദൈവത്തിൻ്റെ പക്ഷമല്ല. ഇന്ന് അനേകർ തൻ്റെ പക്ഷം കൂട്ടിക്കൊണ്ടിരിക്കുക. അനേക മനുഷ്യൻ ദൈവങ്ങളായിക്കൊണ്ടിരിക്കുക. അനേക മനുഷ്യരാരായിക്കൊണ്ടിരിക്കുന്നു? ആ ദൈവത്തോടു കൂടെ സഞ്ചരിക്കാൻ ഒരുപാട് സത്യവചനം കേൾക്കുന്നവരെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയെന്ന്. സത്യവചനം കേൾക്കുന്നവരെല്ലാം ആ ദൈവത്തോടു കൂടെ അടുത്ത ദൈവമാകാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി കാലത്തിൻ്റെ പോക്ക്? പക്ഷേ തന്നെ സ്ഥാപിക്കാനല്ല, തൻ്റേതൊന്നും സ്ഥാപിക്കാനല്ല. കർത്താവ് നമ്മളെ വിളിച്ചത് ജനത്തെ കർത്താവിലേക്ക് അടുപ്പിക്കുക, മനുഷ്യനിലേക്കല്ല, ലോകത്തിലേക്കല്ല, ജനത്തിലേക്കല്ല, അന്യ ദൈവങ്ങളിലേക്കല്ല, മനുഷ്യ ദൈവങ്ങളിലേക്കല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സത്യ ഏക ദൈവമാകുന്ന യേശുവിലേക്ക് അടുപ്പിക്കാൻ. ജീസസ്. ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ. അവനും നശിച്ചു. അവനെന്ത് ചെയ്തു? ചിലതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം പിടയ്ക്കുന്നെല്ലാം നശിച്ചുകൊണ്ടേ പോകും. അതൊന്നും നിൽക്കില്ല. ഓരോ സെക്കൻഡും കാണുമ്പോൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കും. അത് ഓരോരുത്തും നിൽക്കാൻ പറ്റത്തില്ല, നശിച്ചിരിക്കും. അതെല്ലാം സ്വന്തമായിട്ട് ഓടുന്നുണ്ടാ. അടുത്ത വരി. അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ചിലതിനെയൊക്കെ അനുസരിച്ച് പോകുന്നെല്ലാം എന്ത് ചെയ്യും? ചിതറിയ പോകും. ദൈവികമല്ല. അടുത്ത്. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ഈ മനുഷ്യരെ വിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? മര്യാദയ്ക്ക് ഒഴിഞ്ഞു മാറാം. അടുത്ത്. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ, ഈ കൃപ പ്രാപിച്ചമാരുടെ ഈ പ്രവൃത്തി, ഈ ശുശ്രൂഷ, ഈ ആരാധന, ഈ ഉപദേശം അയാളുടെ സ്വന്തം ഇഷ്ടമോ മാനുഷികമോ എന്ന് വരുന്നു എങ്കിൽ അത് നശിച്ചു പോകും. എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ആലോചന അല്ലാതെ നമ്മളൊരു ആലോചന പറഞ്ഞാൽ അത് നടക്കാൻ പോണില്ല. നമ്മൾ വിചാരിക്കും എന്താ ഏതാത്മാവെന്ന് ചുമ്മാ ആലോചിച്ചൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. ആലോചിച്ച് പറഞ്ഞിട്ട് അവസാനം പുറപ്പാട് പുസ്തകം 20 അതിനകത്ത് പറയുന്നു, എൻ്റെ നാമം വൃഥ
കർത്താവിൻ്റെ നാമം വൃഥ എടുത്തിട്ട് പറയും, ഇത് എൻ്റെ കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു, ഇങ്ങനെ സംഭവം പണി പാളും. ഇവിടെ അവിടെയും കണക്ക് കൊടുക്കണം, ഇവിടെ ആളുകൾ മുമ്പിലും നാറും. മറ്റത് ഒന്നുമല്ല, കർത്താവ് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ പോരെ, ഇല്ലെങ്കിൽ വേണ്ട. നമുക്കെന്തോന്ന് പേരും പ്രശസ്തിയും പുകഴ്ചയും മാനവും ബഹുമാനവും എല്ലാവർക്കും ഉണ്ടെന്ന് നമ്മൾ എന്തിനാ അഭിനയിക്കുന്നത്? നമുക്കുള്ളത് കർത്താവ് തന്നത് ജ്വലിക്കട്ടെ. ജ്വലിക്കും തോറും നമ്മൾ ഒതുങ്ങിയിരിക്കട്ടെ. നമ്മൾ നിറഞ്ഞൊഴുകും തോറും നമ്മൾ ഒതുങ്ങട്ടെ. അനേകർ യേശുവിനെ നമ്മളിലൂടെ കാണട്ടെ, വിടുവിക്കപ്പെടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞാനോ കുറയട്ടെ, യേശുവോ വളരട്ടെ. ഇവിടെ പറയുകയാണ്, ദൈവദാസന്മാരെ ഇറക്കി നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവരെ അങ്ങ് വിട്ടൊഴി. കുറച്ചെണ്ണ അവരെയൊക്കെ ഇഷ്ടത്തിനൊക്കെ പോയി, ഒന്നും നിലനിന്നില്ല, ഒന്നും എന്ത് ചെയ്തില്ല. കാരണം ഇഷ്ടപ്രകാരം ഒന്നും നടക്കണില്ല, അതുകൊണ്ട് നിലനിന്നില്ല. അതെല്ലാം മനുഷ്യ ഇഷ്ടവും മനുഷ്യൻ്റെ ആലോചനയും മനുഷ്യൻ്റെ വാക്കും മനുഷ്യൻ്റെ ഹിതവും മനുഷ്യൻ്റെ പദ്ധതി ആകുമ്പോൾ ഒന്നും നടക്കില്ല. അത് പൊളിഞ്ഞും തകർന്ന് വീണ്ടും അടുത്ത് തകർന്ന് ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ ദൈവികമാണെങ്കിൽ ആർക്കും അവൻ നിൽക്കുന്നത് പള്ളി കണ്ടല്ല, അവൻ നിൽക്കുന്നത് പാസ്റ്ററെ കണ്ടല്ല, അവൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മ വന്നോ, എൻ്റെ അമ്മാവി വന്നോ, എൻ്റെ അമ്മാവിയുടെ കൂട്ടുകാരി വന്നോ നോക്കിയല്ല, അവൻ നിൽക്കുന്നത് യേശുവിനെ നോക്കി. അവൻ തകരത്തില്ല, യേശുവിനെ നോക്കി ആരിറങ്ങിയിട്ടുണ്ടോ? യേശുവിൻ്റെ വാക്ക് കേട്ട് ആരിറങ്ങിയിട്ടുണ്ടോ? യേശുവിൻ്റെ ആത്മാവിൽ ആരെല്ലാം പുറപ്പെട്ടിട്ടുണ്ടോ? യേശുവിൻ്റെ കൃപയിൽ ആരെല്ലാം ഇറങ്ങിയിട്ടുണ്ടോ? അവരെ നശിപ്പിക്കാൻ യേശു ഇറക്കി വിട്ട ആരെല്ലാം ഉണ്ടോ? അവരെ തകർക്കാൻ ഇന്ന് വരെ ആർക്കും പറ്റിയിട്ടില്ല. അവർ തകർന്നിട്ടുമില്ല, അവർ പൊളിഞ്ഞിട്ടുമില്ല. ലോകം നോക്കുമ്പോൾ തകർച്ച കണ്ടു കാണും. എങ്ങനെ? അടി, ഉപദ്രവവും, നിന്നയും ദുഷി, ഇതെല്ലാം തകർച്ച. ഇതൊന്നും തകർച്ചയല്ല. ഇതൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ നാമനിമിത്തം വരുന്നതാണെങ്കിൽ, ദൈവനാമനിമിത്തം തിരിച്ചെടുക്കളയല്ലേ, അത് വേറെ വീട്ടുകുടുംബ കാര്യം, മറ്റതൊക്കെ വേറെ. സ്വത്രം ദൈവനാമനിമിത്തമാണ് ഞാൻ നിന്നയും ദുഷിയും അടിയും കല്ലേറ് സഹിക്കുന്നതെങ്കിൽ അത് സ്വർഗത്തിലുള്ളതാണ്, അത് യേശു അനുഭവിച്ചതാണ്, അത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്കുള്ള പങ്കാളിത്തമാണ്. അവിടെ ക്രിസ്തു സന്തോഷത്തോടെ ഏറ്റതുപോലെ ക്രിസ്തുവിൻ്റെ പങ്കാളിത്തത്തിൽ ഞാൻ മരിച്ചു, യേശുവല്ലേ അത് സഹിക്കുന്നതെന്ന് ഞാൻ നോക്കി മുന്നോട്ട് പോകുമ്പോൾ ഹാലലി അവിടെ ഒന്നും സാരമെന്ന് പ്രശ്നമെന്ന് തോന്നത്തില്ല. ഇവിടെ പറയും, നീ വിട്ടുവെക്കും. അടുത്ത വരി. എങ്കിലോ ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവികമായിട്ടുള്ള ശുശ്രൂഷയാണ് കർത്താവ് വിളിച്ചതാണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും തോറും ചെയ്യും വളർന്നുകൊണ്ടിരിക്കും. നശിപ്പിക്കാൻ ശ്രമിക്കും തോറും എന്തിരിക്കും? വളർന്നുകൊണ്ടിരിക്കും. വെട്ടിക്കളയാൻ ശ്രമിക്കും തോറും തഴച്ച് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും തോറും എന്തു ചെയ്യും? തളർച്ച് വളർന്നുകൊണ്ടിരിക്കും. ആ കുറ്റി പോലും കാണാതെ വെട്ടിക്കളയാന്ന് ശ്രമിക്കും തോറും എന്തു ചെയ്യും? അത് മുളച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? കാരണം നട്ടതും നനയ്ക്കുന്നതിനും ഏതുമല്ല വളരുമാറാക്കുന്ന ദൈവമത്രേ. അത് ആത്മാവിലാണെങ്കിൽ, അത് ദൈവികമാണെങ്കിൽ, അത് ദൈവമാണ് ചെയ്തതെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അടുത്ത വാക്യം കൂടെ ടക്കനെ വായിച്ചു പോയേ. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അടുത്തവർ ദൈവത്തോട് പോരാടുകയാണ്. അടുത്തവരി അവർ അവനെ അനുസരിച്ചു. അടുത്ത അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ച് ഉടനെ വീണ്ടും വരുത്തി ദൈവദാസന്മാർ എന്ത് ചെയ്തു? അടിച്ചു. അടുത്തവരി ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അടിയും കൊടുത്തിട്ട് മിണ്ടിപ്പോരുത് യേശുവിന്റെ നാമത്തിൽ. അടുത്ത വരി തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി. കണ്ടോ? അടി കിട്ടിയപ്പോൾ പറഞ്ഞെന്തോന്നാ? തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ. നമ്മളാണെങ്കിൽ പറയും, പ്രശ്നം വന്നാൽ നമ്മൾ ഓടും. നമ്മൾ പറയും നിൽക്കും എന്നൊക്കെ പറയും. പ്രശ്നം വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഏത് തെക്കോട്ടോടോ വടക്കോട്ടോടോ കിഴക്കോട്ടോടോ പറന്നു പോകുമെന്നൊക്കെ അറിയുന്നത് എപ്പോഴാണ്? പ്രശ്നവും പ്രതിസന്ധിയൊക്കെ വരുമ്പോഴാണ്. ഇവിടെ ഈ പ്രശ്നം വന്നപ്പോൾ പിടിച്ചു നിർത്തിയതാണ് മർക്കോസിൻ്റെ മാളിക മുറിയിലുള്ള ശക്തി. അല്ലാതെ പത്രോസിൻ്റെ കഴിവല്ല. അയാൾ എന്നേ തിറക്കി വരും, നമുക്കറിയാം അയാൾ ആരെന്ന്.
പക്ഷെ പിടിച്ചു നിർത്തിയ ഒരു ശക്തി മനുഷ്യൻ്റെതല്ല, അത് മാനുഷികമല്ല, അത് ദൈവികമാകയാൽ, ആ ദൈവത്തിൻ്റെതാകയാൽ അത് തകർന്നില്ല, അത് നശിച്ച്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മാനുഷികമാകുന്നത് ഒന്നും നിലനിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ പ്രസംഗിച്ചു, നമ്മളിലുള്ളത് ഒന്നും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ നിൽക്കാനോ പറ്റത്തില്ല. ദൈവം തരുന്നതിലൂടെ മാത്രമേ നിലനിൽക്കാനും പ്രസാദിപ്പിക്കാനും പറ്റൂ. കണ്ടോ? ഹല്ലേലൂയ. പത്രോസ് അവിടെ പറയുകയാണ്, വായിച്ച അടുത്ത വരി. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ അടി കിട്ടിയപ്പോൾ എന്ത് ചെയ്തെന്ന്? അടി കിട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നു? ഭയങ്കര സന്തോഷം. എന്തുകൊണ്ട് സന്തോഷം വന്നേ? നമ്മളാണെങ്കിൽ കരയുമായിരുന്നു, മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നെങ്കിൽ അടി. നമ്മൾ ട്രാക്ടർ കൊണ്ടുപോകുമ്പോൾ നെയ്യാറ്റിക്കര അങ്ങോട്ട് ഗ്യാരേജിൽ കയറുമ്പോൾ ആരെങ്കിലും ഹൈന്ദവർ വന്ന് വഴക്കുണ്ടാക്കാൻ വന്നാൽ നമ്മൾ ആ ട്രാക്ടർ കൊണ്ട് മറുവശത്തോടെ ഓടി നമ്മളെ വണ്ടി കയറി വീട്ടിൽ വരും. ഈ മനുഷ്യ അടിയും വാങ്ങിച്ച് പിടിച്ചിട്ട് പറയുന്നതാണ്, അപമാനം ഏൽക്കാൻ ദൈവം എന്നെ യോഗ്യതയുള്ള ആളായി കണ്ടിരിക്കുകയല്ലേ. ഇതിനുള്ള യോഗ്യത എനിക്ക് തന്നില്ല, ഇതിൽ പരം ഭാഗ്യം എന്തോന്ന്? ഇതാ ഒരു ലോക മനുഷ്യരോട് പറഞ്ഞ അടി കിട്ടിയതാണ് ഭാഗ്യം. ഇവക്ക് കുഴപ്പം തന്നെ, ഊളം പറ കൊണ്ടുപോകാൻ പറയും. പക്ഷെ ഒരു ദൈവ പൈതൽ പറയും, നിങ്ങൾക്കത് ഊളം പറയായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു പൈതലിനെ കാണുമ്പോൾ ചിലപ്പോൾ പറയും വേറെ പലതും ഒക്കെ പറഞ്ഞിരിക്കും, വട്ടെന്നൊക്കെ പറഞ്ഞിരിക്കും. ഇല്ല, ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ യേഹൂവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. ആത്മാവ് പകർന്നപ്പോൾ ആത്മാവിന് അഭിഷേകത്തെ പകരാൻ ഒരു ദൈവദാസൻ അയച്ചുല്ലേ. അഭിഷേക തൈലവുമായിട്ട് യേഹൂ ഇരിക്കുന്ന ഉൾമുറിക്കകത്തേക്ക് സ്തോത്രം ദൈവം അയക്കുകയാണ് ഒരുത്തനെ സ്തോത്രം കയ്യിൽ അഭിഷേക തൈലവും കൊടുത്ത് ദൈവം അയക്കുമ്പോൾ യേഹൂ എവിടെ ഇരിക്കുകയാണ്? ഇസബേലിന്റെ തായ് വേരിനെ കത്തിക്കാനാണ് യേഹൂവിനെ ദൈവം. എന്തിനാ ദൈവം കണ്ടേ? ഓരോരുത്തരെയും ദൈവം കണ്ടിട്ടുണ്ട്. എന്തിനാണ് അഭിഷേകം പകർന്നത്? ഓരോരുത്തർക്കും ഓരോ അഭിഷേകം പറഞ്ഞിട്ടുണ്ട്. ആലല്ലേ, ശ്രദ്ധിച്ചേ. യേഹൂവിനെ ദൈവം കണ്ടെന്തിനെന്നറിയാമോ? ഇസബേലിന്റെ അടിത്തറ കുലുക്കണം, അവളെ ബന്ധനം, അവളെ പാരമ്പര്യം, അവളുടെ ആ സകല പിശാചിന്റെ മണ്ഡലങ്ങളെ കത്തിക്കാൻ, ആ സ്വത്രം വാലിന്റെ അശേരയുടെയും സ്വത്രം കുടുംബ പാരമ്പര്യ മഹിമകളെ അതിനെ തച്ചുടക്കാനും ഒരുത്തനെ ദൈവം കണ്ടു. അതാരാ? സ്വത്ര ആരെ കണ്ടേ? യേഹൂവിനെ ദൈവം കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. എലീശയുടെ വാളിൽ തെറ്റുന്നവനെ, ഹസായന്റെ വാളിൽ തെറ്റുന്നവനെ, 3 പേരെ അങ്ങോട്ട് അഭിഷേകം ചെയ്തു അല്ലേ. ഹല്ലേലൂയ. എലീശനെ, യേഹൂവിനെ, സ്തോത്രം. അതുപോലെ ആരെ? ഹസായനെ അഭിഷേകം ചെയ്തു. എന്നാൽ യേഹൂവിനെ അഭിഷേകം ചെയ്യാൻ തൈലക്കൊമ്പുമായി ചെല്ലുമ്പോൾ ഇവൻ ഉൾമുറിയിലാണ് ഇരിക്കുന്നത്. ഉൾമുറിക്കകത്ത് ഇരുന്നവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ, തൈലത്തെ പകർന്നപ്പോൾ ഇവൻ ഇറങ്ങി. എങ്ങനെ അറിയാമോ? എങ്ങനെ? അതാണ് പറഞ്ഞത്, ഭ്രാന്തനെ പോലെ. ഏത് ഭ്രാന്ത്? ആത്മാവിൻ്റെ ഒരു ഭ്രാന്തനെ പോലെ. അതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു ഊളം പറയല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇയാൾ ഒരു ആത്മാവിൻ്റെ ഭ്രാന്തും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോണ്ടല്ലോ ആൾക്കാർ പറയുന്നു, ഇതാ ഭ്രാന്തൻ പോകും പോലെ പോകുന്നു. എന്തിൻ്റെ ഭ്രാന്ത്? ദൈവനാമത്തിനെതിരെ, ദൈവവചനത്തിനെതിരെ ചലിക്കുന്ന പിശാചിന്റെ വ്യാപാരങ്ങളെ തകർത്ത് കളയാൻ തക്കതായ ഒരു അധികാരം പ്രാപിച്ച് സ്തോത്രം യേഹൂ ഓടുകയാണ്. അവസാനം എന്ത് സംഭവിച്ചു? ആമേ, ഇസബേലിന്റെ അടിത്തറ ഇളകി, കത്തി കരിഞ്ഞു, എല്ലാം തകർന്ന് തരിപ്പണമായി. അങ്ങനെയെങ്കിൽ അഭിഷേകത്തെ ഒതുക്കാൻ പറ്റത്തില്ല. അഭിഷേകത്തെ ഒതുക്കാൻ ശ്രമിക്കും തോറും അത് വർദ്ധിക്കും. ഇവിടെ ഇതാ ദൈവനാമത്തിന് വേണ്ടി വന്നു, ദുഷി വന്നു, ആമേൻ, തകർന്നില്ല, ഒതുക്കിയില്ല. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ വായിച്ച വരി പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവർ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധിയും വന്നു. 7-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. അതോടുകൂടെ സഭ ചിതറി. ജനം ചിന്തിച്ചു തീർന്നുവെന്ന്. അഭിഷേകം പ്രാപിച്ചവനെ തീർക്കാൻ കഴിയത്തില്ല. സഭ ചിതറി, തെക്കോട്ടായി, വടക്കോട്ടായി, കിഴക്കോട്ടായി, പടിഞ്ഞാറോട്ടായി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതല്, ഹല്ലേലൂയ, ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു പകർച്ച ദൈവം ഇട്ടിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? തെക്കോട്ടൊഴുകാൻ, കിഴക്കോട്ടൊഴുകാൻ, വടക്കോട്ടൊഴുകാൻ, പടിഞ്ഞാറോട്ടൊഴുകാൻ, യേശുവിനെ കണ്ടുമുട്ടാത്ത സകല ജനത്തിൻ്റെ മേലും ഒഴുകാൻ, ചില കെട്ടുകളെ പൊട്ടിക്കാൻ, ചില ബന്ധനങ്ങളെ തകർക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. മാനുഷികമെന്ന് വരികിൽ അത് തകർന്നു പോകും. നിങ്ങൾക്ക് മനസ്സിലായോ? പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്നു. മാനുഷികമായി ചിലത് പറഞ്ഞപ്പോൾ കർത്താവ് തകർത്ത് മാറ്റി. എന്നാൽ പിന്നത്തേതിൽ അഭിഷേകം പ്രാപിച്ചതിൽ നിന്ന് വന്നത് മാനുഷികമായിരുന്നില്ല, അത് ദൈവികമായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ആ ദൈവികമായ ഒരു ശുശ്രൂഷ അപ്പോസ്തലനോട് വെളിപ്പെട്ടു. തളച്ചിടം നോക്കി പറ്റിയില്ല. സഭ ചിതറിയെങ്കിലും അവർ പോയെടുത്തെല്ലാം തീപ്പന്തമായി പോയി. അവരെ ഒതുക്കാനോ തകർക്കാനോ നശിപ്പിക്കാനോ കഴിഞ്ഞില്ല. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ വിളിച്ച് വേർതിരിച്ച ശൗൽ എന്ന മനുഷ്യനെ
അയാൾ അവിടെ കാത്തിരിക്കുകയാണ് അഭിഷേകത്തിന്. ദൈവാലോചനയ്ക്ക് വേണ്ടി ദൈവസന്നിധി ഉപവസിച്ച് കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ നിറച്ച് ആത്മാവിൻ്റെ വിളിയോടെ അയാളെ പുറത്തിറക്കി. ഭൂമിയുടെ അറ്റം വരെ ഓടാ. ഇന്ന് ഇതിനകത്ത് ദൈവം ചിലരെ വിളിച്ചിറക്കുന്ന പകലാണ്. എത്ര വിശ്വസിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചോളണം. ഓ ദൈവത്തിന് സ്തോത്രം. നീ വാങ്ങിപ്പോകാതെ യെരൂശലേമിൽ കാത്തിരിക്കണം. ഓ സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. ഓ അപ്പോസ്തലന്മാർ കാത്തിരുന്നു, ദൈവശക്തി പകർന്നു. അപ്പോസ്തലന്മാരെ പറഞ്ഞയച്ചു, പൗലോസിനെ പറഞ്ഞയച്ചു. ഓരോ സെക്കൻഡും ആത്മാവിൽ ജ്വലിച്ചു. ഓ എന്തൊക്കെ പ്രതിസന്ധി വന്നിട്ടും അപ്പോസ്തലന്റെ മേലുള്ള അഭിഷേകത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിനകത്തുകൂടെ യേശുക്രിസ്തുവിനെ എൻ്റെ അകത്ത് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിനോട് കൂടെ ജീവിക്കാൻ എന്നെ കർത്താവ് കണ്ടെങ്കിൽ, ഓ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ, ഓ സ്തോത്രം, മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഇതാ പകർന്നൊരു അഭിഷേകത്തിന്റെ പകർച്ച എൻ്റെയും നിങ്ങളുടെ അകത്ത് പ്രാപിച്ച് ഭൂമിയുടെ അറ്റം വരെ ഓടുക. ദൈവം എന്നെ നിങ്ങളെയും കണ്ടിരിക്കുമ്പോൾ ഓടുമ്പോൾ എങ്ങനെ ഓടണം? പിന്നിലുള്ളത് മറന്ന് ഓടണം, മുന്നിലുള്ളത് ആഞ്ഞോടണം, പാപത്തെ ജയിച്ചോടണം. പാപവും കൊണ്ടോടല്ലേ, എല്ലാ കളങ്കവും ചെയ്ത് ഓടല്ലേ. ഓരോ ദിവസവും പാപത്തെ കീഴ്മേൽ മറിച്ച് ആത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുയേശുവിൻ്റെ ശബ്ദം കേട്ടോടണം. അങ്ങനെയെങ്കിൽ വേദപുസ്തകം മടക്കി വെച്ച് നമുക്ക് എഴുന്നേൽക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആ യേശു ഇന്നലെ ഇന്ന് എന്നേക്കും അനന്യൻ. ആ കർത്താവ് ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ആ നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഓ സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. അന്ത്യോക്യ സഭയ്ക്കകത്തിരുന്ന് ഉപവസിച്ചപ്പോൾ അവിടെ ഒരു ആത്മാ പകർച്ച അവരുടെ മേൽ പകർന്നു. ഇതാ യെരൂശലേമിൽ ഒരു ആത്മാ പകർച്ച ദൈവം പകർന്നു. അങ്ങനെയെങ്കിൽ ഇതാ നമ്മുടെ ആലയത്തിനകത്തും ഈ അവസാന പകൽക്കാലം ഒരാത്മാവിൻ്റെ പകർച്ച ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. പാടാമോ? എൻ്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എൻ്റെ പാറയാ